ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ പ്രാവശ്യം പോലെ ഇഷിതയുടെ ബർത്ത്ഡേയുടെ ചിലവ് കൊടുക്കാൻ ഞാൻ പോണേണ്. അതെ, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഷേക്ക് കുടിക്കാനല്ല, തിന്നാൻ എവിടെയാണ് പോണത്? ചിക്കിങ്ങിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ തിന്നാൻ പോവുകയാണ്. ഈ കടച്ചല്ല ഞാൻ അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു പുളി എടുത്തായിരുന്നു. ഇഷ്ടത്തിൽ ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കൂല. ഇപ്പോൾ പഞ്ഞിനെടുക്കാം. ഇവിടെ ഈ റോട്ടിൽ അയ്യോ ഞാനാണ് നല്ല ശരിക്കും കാണുമ്പോൾ ശരിക്കും ഓണം തോന്നും. പിന്നെ ഒരു ഇത് 1-ാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് കത്തിക്കുമെന്ന് തോന്നണം. ഇന്ന് രാത്രി കത്തിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഞാൻ ഇഷ്ടം കുഴപ്പുഴി ബീച്ചിൽ പോകണ്ട. പുള്ളിയല്ല പുതിയത് പിന്നെന്താ ശ്രീയെ കണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം. എനിക്കിതൊന്നും ഇഷ്ടമല്ല. പല്ല് വേഗം എൻ്റെ ഇതാവും, പുളിക്കും. എവിടെയൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ഇത്. നമുക്ക് മിക്സറൊന്നും വേണ്ട. ഗൈസ്, അപ്പം നമ്മൾ നടക്കാൻ വഴിയാണ്. ഞാൻ അതൊക്കെ തുപ്പിയിട്ടോ. അതെ, പുളി ഞങ്ങൾക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച്, വേറൊന്നുമില്ല. അതെ, ഇവിടെ ഫുൾ ഓണാണ് ഈ വീട്. ഉള്ളു ഞങ്ങളുടെ അവിടുത്തെ ഒരു വീട് കാണണം, ക്രിസ്മസിൻ്റെ സെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചല്ലേ കല്യാണ വീട് പോലെ അലങ്കരിച്ചിട്ടേക്കണാണ്. ഓടി ഫുള്ള് ബൾബാണ്. കല്യാണ വീട്ടിൽ എങ്ങനെ ബൾബ് ഉണ്ടാവണം അങ്ങനെ തന്നെ. ഞാൻ അവിടുത്തെ ഒരു വീടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ മെയിൻ റോഡ് എത്താറായിട്ടുണ്ട്. നമ്മൾ ഇവിടെ എത്തിയിട്ടോ. ബസ് ഇറങ്ങി. നല്ല അലമ്പാണ് നമ്മുടെ മുടിയൊക്കെ. ഗൈസ്, വണ്ടികളാണ്. നമ്മൾ അവിടെ തിന്നുമ്പോൾ വിളിക്കാട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒരു പിസയും പിന്നെ 3 പീസസിൻ്റെ ചിക്കൻ മഞ്ചൂരി. നമ്മുടെ പിള്ളേർക്ക് കളിക്കുന്നുണ്ട്. അതിൽ കയറാം, എനിക്കും കയറണം. ഒതുക്ക് പിള്ളേരെ ഇതൊക്കെ നല്ലൊരു ഇതിൻ്റെ അപ്പുറത്തായിട്ട് അവിടെ പക്ഷെ ഒന്നും കാണില്ല. ഇങ്ങോട്ടേക്ക് ഞാൻ ശ്രദ്ധിച്ചു. ഓടിയോ അവിടെ കയറാം. നമ്മളല്ലാത്തോടിങ്ങ നമ്മ ഇവിടെ വന്നിട്ട് ഇൻവെർട്ടർ ആയിരിക്കുകയാണ്. ഇൻട്രോവേർട്ട് പറന്നിരിക്കണ ഇഷ്ടയുടെ മുടി. ഇത് പറയാനാണ് അല്ലേ? നമ്മൾ ആദ്യം ഇവിടെ കയറി വന്നപ്പോൾ ആ ചേച്ചി നോക്കി ചിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങാടി പോകണമെന്ന് ഓർഡർ ചെയ്യാൻ. ഇനി ആ ചേച്ചി ആദ്യം നമ്മൾ നോക്കി ചിരിച്ചു. ഞാൻ വിചാരിച്ചു അങ്ങാടി പോകണമെന്ന്, അവിടെ പോയി പിന്നെയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആ ചേച്ചി അവിടെ വന്ന് നമ്മൾ ബില്ലടിച്ചിട്ട് വന്നുവെന്ന്. ഗൈസ്, എനിക്കത് കയറണം. നമുക്ക് പോകുമ്പോൾ ചോദിച്ചു നോക്കാം. അല്ല, നമുക്കിപ്പോൾ 20 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ. ചോദിച്ചു നോക്കാം. യു ക്യാൻ ഇൻട്രോവേർട്ട് ഇൻവെർട്ടും പറ്റും. പ്ലീസ് പറ്റില്ല. സൈഡല്ലേ എടുക്കണം, നമുക്ക് തിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ഇഷിതനെ പിടിച്ച് ഇവിടെ ഇരുന്ന് ഇഷിതനെ ഞാൻ ഇവിടെ ഇരുത്തി. ഞങ്ങൾക്ക് ഇൻ്റർവെൽ ആയതുകൊണ്ട് ഇൻവെർട്ടർ ആയതുകൊണ്ട് 20 മിനിറ്റാണ് പറഞ്ഞത് അവർ അല്ലേ.
ബോറിംഗ്. ശ്രീയെ ചോദിക്കുന്നതായിരിക്കും ആ വീഡിയോ കാണാം. ഞാൻ എത്ര നേരം ചോദിക്കുന്നു കളിക്കണം ആ വീടിനുള്ളിൽ കയറാൻ. വാതിൽ തുറക്കാം, അടക്കാം, ടേബിൾ എന്തോ ഉണ്ടായില്ലേ കയറ്റും ചോദിക്കും. ഞാനൊരു ചെന്നൈ ഇൻവെർട്ടർ, ചെന്നൈ ലോക്ക്ഡൗൺ കഴിഞ്ഞില്ല പിന്നെ ഞാൻ ഇൻവെർട്ടറായി മാറി. നീ ശ്രീയരെ കണ്ടിട്ട് അവർക്ക് എനിക്കാക്കിയൊരു എൻ്റെ സ്റ്റൈലിൽ വ്യത്യാസമുള്ളത് കുറച്ച് വണ്ണ, ബാക്കിയെല്ലാം സെയിമാണ്. ഇതേ കണ്ണട വേറെ മുടി പൊക്കൊക്കെ നമുക്ക് സെയിം. ഇത് ഇച്ചിരി ഇത്ര ഉള്ളൂ, ഇത്ര എന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ. വേണ്ട വേണം. അപ്പം ഞാനോ പൊക്കം വെച്ചോ, ഇതപ്പം ഞാനും പൊക്കം വെക്കട്ടെ. എന്താ ഇതിൻ്റെ ഉള്ളിൽ കേട്ടാ? അല്ല 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 അതല്ല അവരത് സെറ്റ് ചെയ്തേക്കണ അങ്കിളിൽ ഞാൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. ഒരു നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നല്ല ഒരു സ്പൈസസിൻ്റെയൊക്കെ മണമുണ്ട്. സോ സ്വീറ്റ്. മതിയാ? എനിക്ക് എന്തിട്ടാ അതിന് ഫോൺ വെക്കാതെ നമുക്ക് കഴിച്ച് നോക്കാം. യൂട്യൂബേഴ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വേണമെന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടാവും നമ്മളൊക്കെ അവസാനം ട്രൈ ചെയ്യുന്ന ആൾക്കാർ. പിസ്സ വന്നു, ചിക്കൻ ഇത്ര ഓർഡർ ചെയ്തോളൂ. ഇനി വിശദ ഉണ്ടാവും. രണ്ടെണ്ണത്തിലിട്ട് ഒരു സൈഡ് അത്ര എൻ്റെ ഇരുന്ന് കൂടുതലും വന്നേക്കാം. അത് നിൻ്റെ ഈ രണ്ട് സൈഡിലുള്ളത്. ഞാനൊരു സൈക്കിളോട് ഞാൻ ഫസ്റ്റ് ഈ സൈഡ് അതിലാണ്. നമുക്ക് ആദ്യം ക്യാപ്സിക്കം കഴിക്കട്ടെ. കുറച്ച് ഞാനും കഴിക്കത്തില്ല. പക്ഷെ അധികം ക്യാപ്സിക്കം ഇല്ല, എടുത്തോളാൻ സിമ്പിളാണ്. വേണ്ട നമുക്ക് വേണ്ട. ഞാനിപ്പോൾ പിസ്സ സോസേജ് കഴിക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത് വല്ലതും കേൾക്കോ? നമുക്ക് പോയി കൊടുക്കാം. ഞാൻ ട്രൈ ചെയ്യാം. ഇത്ര വൃത്തി കഴിക്കും. ശ്രീ വൃത്തി കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര മാത്രമാണ് ബാക്കി വെച്ചുള്ളൂ.
അങ്ങനെ ഞാൻ ചോദിച്ചു നമുക്ക് കയറാൻ പറഞ്ഞു. അപ്പം എനിക്ക് പക്ഷേ എനിക്ക് ഇഷിത സർബത്ത് വെച്ചു. എന്നുവെച്ചാൽ അങ്ങനെയല്ല കുറച്ച് കമ്മിയാണ്. ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇഷ്ടക്ക് എണീറ്റേക്ക അങ്ങനെ ആ ചെറിയൊരിത് കയറി വരുമ്പോഴത്തേനും ഇവിടെ ഒരു ഇതുണ്ട്. സ്റ്റൂള് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫോണിൻ്റെ ഇത് കണ്ടോ, ഇവിടെ പൂ വെക്കാം. DJ ഇവിടെ ഒരു അലാറുണ്ട്. ഇവിടെ ഇവിടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഡ്രോയർ ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു. അതെ ശരിയാണ്, ഫുള്ളായിരുന്നു. ഇപ്പൊന്നുമില്ല. വക എനിക്ക് സർബത്ത് എന്നുവെച്ചാല് ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകും. നമ്മ രണ്ടേരും ചോദിച്ചത് രണ്ടേടെ കരാറും നടക്കാം. ഇഷിത അപ്പൊ എനിക്ക് സർബത്ത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഞാൻ പിന്നും പിടിച്ച് നടക്കാനാണ്. നമുക്ക് ടോട്ടൽ എത്ര? 480 ആയുള്ളൂ. ഇനി അടുത്തത് ഇഷിതയുടെ ചെലവ്. എവിടെ പോണം? നമുക്ക് ഇത് അവിടെ വല്ല കടയിലുണ്ടാവും സർബത്ത്. ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാനായിട്ടാണോ? നമുക്ക് ഗൈസ് പക്ഷെ നല്ലായിരുന്നു. എനിക്ക് ചിക്കൻ വറുത്തത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് പക്ഷെ പിസ്സ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എന്നാലും പക്ഷെ കൊള്ളാം, നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ ചിക്കൻ വറുത്തതിലെ മസാലയില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഫ്രൈഡ് ചിക്കൻ നല്ല മസ്റ്റ് ട്രൈ എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ആണ്. ആ മസാലയുടെ പൊളിച്ച് നല്ല ടേസ്റ്റ്. റോഡാണ്. നമ്മൾ നേരെ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ആകാശത്ത് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. നന്ദി. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഒച്ച മാത്രം അടുക്കി കേൾക്കണ്ടാവുള്ളൂ. അത്ര സൈലൻ്റ് ആയിരുന്നു. അങ്ങാട് നടക്കാം, അങ്ങാട് പോവാം. ഇവിടെ അടുത്ത് അങ്ങനെ കണ്ടില്ല. അപ്പുറത്തെ അതേ അവിടെ ഉണ്ടാവും. അങ്ങാട് കിടക്കണം. എനിക്കറിയാം. അങ്ങനെ നമ്മൾ സ്ഥലത്ത് പിടിക്കാൻ എനിക്കറിയാം. ഒരെണ്ണം പറഞ്ഞോളൂ. ഇനി വയറ് നിറഞ്ഞ് ഇവിടെ ഫോട്ടോ ഉണ്ടാവും. ഇപ്പം തന്നെ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ നമ്മളൊരു കടയിലാണ് ചിലപ്പോൾ പിടിച്ചത്. ഇഷിതയുടെ ചില ഞാൻ ഇഷ്ടത്തിന് ഇൻ്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോയിരിക്കും. അതും ഏത് കാലത്ത് ഒരെണ്ണം വാങ്ങിച്ചാൽ നന്നായി. ഇതിപ്പോൾ തന്നെ വലുതുണ്ട്. ഇഷിതയുടെ ബുദ്ധിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇഷിത കുടിക്കുക. ഞാൻ ഇച്ചിരി കുടിച്ചു. കിട്ടിയ ആക്രാന്തത്തിൽ ഞാൻ കുടിച്ചു. ഞങ്ങൾ ഒരു ഡേ കറങ്ങാൻ പോണേ. പിന്നെ അമ്മ വീട്ടിൽ പോകുന്നു. പിന്നെ ഞാൻ വിശുദ്ധരിക്കും. പിന്നെ വൈകുന്നേരം നമ്മൾ തിരിച്ച് കാണും. അല്ല, വീഡിയോ എടുക്കണേ. വീഡിയോ എടുത്തോ? മതിയല്ല, മതി. ലിപ്സ്റ്റിക് ഇട്ടാൽ മതി കയ്യിൽ. ഞാൻ മറ്റേ വീഡിയോ മറന്നുപോയി. അതിൻ്റെ ഡാൻസ്. ഗൈസ്, നമ്മളിപ്പോൾ പള്ളിയുടെ അതിൽ കൂടി പോണത് നമ്മൾ പുൽക്കൂട് കണ്ടിട്ടില്ല. അതെ ഗൈസ്, ഇവിടെ ഇങ്ങനെയൊക്കെ കൊടുത്തു. ഗൈസ് ഇത് നോക്കി. നേരത്തെ ഇത് ആദ്യം കമ്പി വെച്ചിട്ടുണ്ടായി. വെറുതെ പ്ലാസ്റ്റിക് അത്ര ഇതില്ലല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും ഉണ്ടായിരുന്നു. പുൽക്കൂട് മറ്റേ സ്വർഗം കാണുന്നത് അതായിരുന്നു ഗൈസ്. ഇപ്പില്ല. ഈ വഴി പോ ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങി. ചെറുതായിരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഞാൻ ആദ്യം സ്വർഗമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. അതെ ഗൈസ്, നമുക്ക് ഇപ്പോൾ ഗൈസ് നമ്മൾ നടക്കുവാണ്. ജാനുവരി 2-ാം തീയതി ഇവിടുത്തെ ഊട്ടി തിരുനാളാണ്. നമുക്ക് പോയാലോ? പോകാം. തിന്നാൻ ഒരു സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരുന്നു. അടുത്ത സാമ്പാർ പോവാ. എന്നാൽ ഇസ്കിട്ട് എൻ്റെ കണ്ട നിങ്ങൾ പറയൂ. എൻ്റെ കണ്ണിൻ്റെ മുകളിൽ പട്ടിയുടെ ഒരു ജാഥ ഓടിയിട്ട് ദിവനി വന്നിട്ടാ. ഞാൻ നോക്കിയപ്പോ ഒരു ജാഥ പട്ടി പറയും. എനിക്ക് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഭംഗി പിന്നെ കാണിച്ചാൽ
ബ്ലാക്ക് പട്ടി വന്നുണ്ട്. എനിക്ക് പേടിയാണ്ട. മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടാ? ഇങ്ങനെ എൻ്റെ ഒരു ഫോം മാത്രം ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് പട്ടികളാണ്. ആ പട്ടി വന്നേക്കുമ്പോ തിരിഞ്ഞോടണോ? അങ്ങോട്ട് പോയി. വേഗം വാ. അതാണ് ആ പട്ടി. ഇവിടുന്ന് കൂടെ അപ്പോൾ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ KFC ചിക്കൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അത്ര നന്നായില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ, നല്ല ടേസ്റ്റ്. വീഡിയോ കയറിട്ടോ അവരോട് ഞങ്ങൾ ചോദിച്ചു. അതെ, അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതെ, അതിന് ഇവൾക്ക് ഞാൻ സർബത്ത് വാങ്ങിച്ചു കൊടുക്കുന്ന അറിയില്ലേ, അതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഇതാണ്. Okay. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.